പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് ലോക പ്രശസ്തമാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റ് എത്രയും മുമ്പുള്ള കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഒരുപാട് മസാജിങ് സെൻറ്ററുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഡാൻസ് ബാറുകൾ, പബ്ബുകൾ, അങ്ങനെ അനവധി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ ഒരു മസാജിങ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ 200 തായ് ബാത്ത് മുതൽ 600 തായ് ബാത്ത് വരെ ഉണ്ട്. നോർമൽ മസാജുകളാണ് അവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്തു. കാര്യം ഗ്ലാസ് പാർട്ടീഷൻ ആയതുകൊണ്ട് അകത്ത് മസാജ് ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് നമ്മളത് നിർത്തി. അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിനകത്തേക്ക് കയറി കഴിയുമ്പോൾ കാണുന്നത് ഒരുപാട് കണ്ടോ, ഈ പറഞ്ഞ ഡാൻസ് ബാറുകൾ, അതുപോലെ ലൈവ് ഷോ നടക്കുന്ന സംഭവങ്ങൾ, ഗെയിം സെക്ഷൻസുകൾ. ഇത് 7-Eleven സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് ലിക്കറുകളൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ കണ്ട ഒരു കാഴ്ച നമ്മൾ പകർത്തിയതാണ്. അപ്പോൾ ഇത് കണ്ടോ, പന്തെറിയണ പരിപാടി. പന്തെറിഞ്ഞ് ചേച്ചിമാരെ വെള്ളത്തിലിടുക എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ പേര്. അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ബോൾ എറിഞ്ഞിട്ട് ആ ഒരു പോയിന്റിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ 2 പെണ്ണുങ്ങൾ വെള്ളത്തിൽ വീഴും. കുറേ പേര് ട്രൈ ചെയ്യുന്നത് കണ്ടു. പൈസ മുടക്കിക്കൊണ്ട് ആ ബോൾ മേടിച്ച് എറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. സംഭവം ഒരു ഒച്ചയെടുത്ത് ആവേശം കൊള്ളിച്ച് കൂടുതൽ ആളുകളെ ഇങ്ങനെ ആകർഷിച്ച് ബോൾ മേടിപ്പിച്ച് എറിയിപ്പിക്കുന്നുണ്ട്. പൈസ കളയാനുള്ള ഓരോരോ മാർഗ്ഗങ്ങൾ. അപ്പോൾ കുറേ നേരം കാത്തിരുന്നപ്പോൾ നമ്മളും കണ്ടു കേട്ടോ. ഒരു ബോൾ എറിഞ്ഞൊരു ചേട്ടൻ അവരെ വെള്ളത്തിൽ ഇടിയിച്ചു. വെള്ളത്തിൽ വീഴുന്നു, കയറി വരുന്നു, തിരിച്ച് പിന്നെ അതുപോലെ ഇരിക്കുന്നു. നൈസ് പരിപാടി തന്നെ. പൈസ ഉണ്ടാക്കാനുള്ള അടിപൊളി തന്ത്രങ്ങൾ ഒരുപാടുണ്ട് അവിടെ. നമ്മളെ ക്യാൻവാസ് ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് കയറ്റാനുള്ള ഒരുപാട് ആളുകൾ ആ വഴിയിലുണ്ടാവും കേട്ടോ. അതായത് ലൈവ് ഷോകൾ ഒരുപാടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിലേക്ക് ആകർഷിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ബോർഡുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഉടായ്പ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ചേട്ടൻ മാജിക്കാണ് കേട്ടോ സ്ട്രീറ്റിലിരുന്ന്. അതുപോലെ ഒരുപാട് ഉടായ്പ സംഭവങ്ങളും ഉണ്ട്. അതിൽ പോയിട്ട് തലവെക്കാൻ നിൽക്കരുത്. കാര്യം നമ്മളെ വിളിച്ചകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നടക്കുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അതുപോലെ ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് യാത്ര ചെയ്യുക. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അവിടെ വരുന്നവരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ വന്നിട്ട് പിടിച്ച് ബ്ലോക്ക് ചെയ്യും കേട്ടോ. ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ മേടിച്ച് ആ വീഡിയോ കാണിച്ചിടാൻ പറഞ്ഞാൽ ആ വീഡിയോ അവരെ ഉൾപ്പെടുന്ന വീഡിയോസൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. പിന്നെ അവരുടെ ആംബിയൻസ്, ലൈറ്റും അട്രാക്ഷനൊക്കെ ആയിട്ട് എൻട്രൻസൊക്കെ അടിപൊളിയാണ്. നമ്മൾ അങ്ങോട്ട് നോക്കി നിന്ന് പോകും. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവർ വന്ന് നമ്മുടെ ക്യാൻവാസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും കേട്ടോ. ഒരു കുഞ്ഞുപകരണമാണ് കേട്ടോ. അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അതായത് തായ്ലാൻഡ്, ബാങ്കോക്ക്, പട്ടായൊക്കെ ഒരുപാട് ആളുകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണല്ലോ. പക്ഷെ അവിടെ വന്നിട്ട് വാക്കിംഗ് സ്ട്രീറ്റിലേക്കും കുട്ടികളായിട്ടൊക്കെ വരുന്നവരുണ്ട്. പെറ്റ്സിനെ കൂടിയൊക്കെ ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. പാമ്പ്, സൈബീരിയൻ ഈക്കിട്, അങ്ങനെ പലതും ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അവിടെ മുതലേനെ ഇറച്ചിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുതലിറച്ചി മേടിച്ച് കഴിച്ച് ടേസ്റ്റ് ചെയ്ത്, അതുപോലെ അവിടുത്തെ തായ്ലാൻഡ് സ്പെഷ്യൽ കോക്ടെയിൽസ് നമ്മൾ ട്രൈ ചെയ്തു. അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കാര്യം ഇതിൻ്റെ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ചിലപ്പോൾ ആ വീഡിയോ ഭാഗങ്ങൾ മിസ്സാവാനുള്ളതുകൊണ്ട് അതൊരു ഫുഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ മറ്റേ എൻഡിൽ വന്നപ്പോഴേക്കും അവിടെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ നാട്ടിലെ യൂബർ പോലെയൊക്കെ ഇവിടെ ബോൾട്ട്, ഗ്രാബ് എന്നൊക്കെ പറഞ്ഞ ആപ്പ് ഉണ്ട്. അപ്പോൾ അത് വിളിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക്, നമ്മുടെ റൂമിലേക്ക് പോയത്. എവിടെയെങ്കിലും വെച്ച് കാണാം. ജയ് ജവാൻ ജയ് കിസാൻ, വണ്ടി എടുക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഒന്ന് ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റൊരു തായ്ലാൻഡ് വീഡിയോ ആയിട്ട് വരാം. ബൈ.